ഇപ്പോഴിതാ അബ്ദുറഹീമിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തുന്നതിന് വേണ്ടി കോഴിക്കോട് ഖാദി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി അവരുടെ നേതൃത്വത്തിൽ പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, അതോടൊപ്പം തന്നെ മുബഷിർ തങ്ങൾ ജമലുല്ലൈലി, മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, മോയിൻകുട്ടി മാസ്റ്റർ, ഒ പി അഷ്റഫ് തുടങ്ങിയ സമസ്തയുടെ നേതാക്കൾ എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തെ കാണുവാനും സന്ദർശിക്കുവാനും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ തൊട്ടുപിറകിൽ വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പെരുന്നാൾ ദിവസമാണ് അദ്ദേഹം നാട്ടിലെത്തുന്നത്. ഒരു ദിവസം പെരുന്നാൾ കഴിഞ്ഞ് തൻ്റെ വീട്ടിൽ കഴിഞ്ഞ ആ ഒരു സന്തോഷത്തിൽ തങ്ങൾ അദ്ദേഹത്തെ കാണാൻ ഈ വീട്ടിലേക്ക് വരികയാണ്. ഇപ്പോഴിതാ ആ ഒരു മഹനീയമായ ഒരു സന്തോഷ മുഹൂർത്തം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. തങ്ങളെ ആലിംഗനം ചെയ്യുകയാണ് അബ്ദുറഹീം. കാരണം മുൻപ് ആ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തുന്ന ഇപ്പോൾ അബ്ദുറഹീമിൻ്റെ വീട്ടിൽ സമസ്തയുടെ നേതാക്കൾ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലിയുടെ നേതൃത്വത്തിൽ പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, മുബഷിർ തങ്ങൾ ജമലുല്ലൈലി, മോയിൻകുട്ടി മാസ്റ്റർ, മുസ്തഫ മാസ്റ്റർ, അതോടൊപ്പം ഒ പി അഷ്റഫ് അടക്കമുള്ള സമസ്തയുടെ നേതാക്കൾ സന്ദർശനം നടത്തുകയാണ്. ആ ഒരു സന്തോഷ മുഹൂർത്തം ഒരു പെരുന്നാൾ ദിവസം അദ്ദേഹം നാട്ടിൽ സ്വന്തം വീട്ടിൽ ഉമ്മയുടെ അടുത്ത് എത്തുന്നു. അതിനൊരു പിറ്റേ ദിവസം നമ്മൾ ഈ ഒരു സന്തോഷ മുഹൂർത്തം പങ്കുവെക്കുകയാണ്. അസ്സലാമു അലൈക്കും. സുഖം. എങ്ങനെയുണ്ട്? ഒരു ദിവസം കഴിഞ്ഞു, ഇപ്പോൾ നാട്ടിലെത്തിയിട്ട് ഒരു പക്ഷേ 10-20 വർഷത്തിന് ശേഷമുള്ള ഒരു നല്ലൊരു ഉറക്കമൊക്കെ ഇന്നലെ കിട്ടിയിട്ടുണ്ടാവും. പെരുന്നാളൊക്കെ കൂടി സമസ്തയുടെ നേതാക്കളൊക്കെ അങ്ങേ കാണാൻ വന്നു. എന്ത് പറയുന്നു ഈ ഒരു സന്തോഷം? എല്ലാവരും നേരിൽ കണ്ടത് വളരെ റാഹത്തായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. കുടുംബവും അതുപോലെ ഒരുപാട് പേര് സംസ്ഥാന നേതാക്കന്മാരും കോഴിക്കോട് ഖാദി എല്ലാവരെയും നേരിൽ കാണാൻ വന്ന് വളരെ വളരെ സന്തോഷമായിരിക്കും. അൽഹംദുലില്ലാ, അല്ലാഹുവിനെ സ്തുതി. നേരിൽ കണ്ട് കോഴിക്കോട് ഖാദി തങ്ങളെ സംസ്ഥാനത്തെ എല്ലാ നേതാക്കന്മാരും എല്ലാവർക്കും വളരെ വളരെ നന്ദി അറിയിക്കും. അൽഹംദുലില്ലാ. തങ്ങളെ ഈ ഒരു സമയം നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ഒരുപാട് മനമുരുകിയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട്, അതോടൊപ്പം തന്നെ വലിയ എഫേർട്ട് നാട്ടുകാരും കേരളം ഒന്നടങ്കം നിന്ന ഒരു മുഹൂർത്തമായിരുന്നു അത്. ഇപ്പം അദ്ദേഹത്തെ കൺമുന്നിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. പെരുന്നാൾ ഉമ്മയോടൊപ്പം കൂടാൻ കഴിഞ്ഞു. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു സന്തോഷ മുഹൂർത്തം? ഒരു കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അതിന് ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സഹായങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന ആ കൂട്ടപ്രാർത്ഥനയിൽ ഇപ്പോൾ ഇവരെ ബന്ധപ്പെട്ട ആളുകൾ പ്രത്യേകം ഊന്നി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി. ഇന്നിപ്പോൾ ആ സന്തോഷ മുഹൂർത്തം ഈ പെരുന്നാളിനനുബന്ധിച്ച് തന്നെ സ്വന്തം വീട്ടിൽ അണിയാൻ 20 വർഷത്തിന് സാധിച്ചു എന്നതിൽ അദ്ദേഹത്തിലുള്ള സന്തോഷത്തെ പോലെ തന്നെ നമുക്കുള്ളൊരു വലിയൊരു സന്തോഷത്തിൻ്റെ ഇതിനായിട്ടാണ് നമ്മൾ കാണുന്നത്. ജാതിമത വ്യത്യാസം കൂടാതെ എല്ലാവരും ആഗ്രഹിച്ചൊരു മോചനമായിരുന്നു പ്രിയപ്പെട്ട റഹീം സാഹിബിൻ്റെത്. അൽഹംദുലില്ലാ, മലയാളികളൊക്കെ ആ സന്തോഷത്തിന് അറുതി വരുത്തിക്കൊണ്ട് അതിന് വലിയതായ ഒരു പത്രമാറ്റുള്ള ഒരു കാര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട റഹീം സാഹിബിനെ കണ്ടപ്പോൾ നമുക്കുണ്ടായത്. ഇതിലോ ജാതിയോ മതമൊന്നുമില്ലാതെ എല്ലാവരും പ്രിയപ്പെട്ട റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കുകയും എല്ലാ കഴിയുന്ന സഹായമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ഏറെ സന്തോഷമുണ്ട്. ഇവിടെ വന്ന് കണ്ടതിൽ ഏറെ സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ മുൻപ് ഇവിടെ ആ ഒരു കമ്മിറ്റി പ്രവർത്തിച്ച സമയത്തൊക്കെ ഇവിടെ വരികയും അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു സാധ്യമാകും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ എല്ലാവരിലും ഉണ്ട്. അൽഹംദുലില്ലാ, ബഹുമാനിയായ സംസ്ഥയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ വന്ന് ബഹുമാനിയായിട്ടുള്ള നമ്മളുടെ റഹീം സാഹിബിൻ്റെ ഉമ്മ ഈ കട്ടിൽ തന്നെ ഇരുന്നിട്ട് കരഞ്ഞ് പറഞ്ഞൊരു രംഗമുണ്ട്. തങ്ങളെ എൻ്റെ മോനെ ഇവിടെ എത്തിക്കാൻ വേണ്ടി തങ്ങൾ ദുആ ചെയ്യണം.
തങ്ങളന്ന് ദുആ ചെയ്തു. ലക്ഷക്കണക്കിന് ആൾക്കാർ, ലോകത്തുള്ള മലയാളി സമൂഹം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തി. ഇന്നലെ റഹീമും അതോടൊപ്പം ഉമ്മയും പറഞ്ഞ പോലെ ഇരട്ടി മധുരമായിരുന്നു ഇന്നലത്തെ പെരുന്നാളിന്. ആ സന്തോഷം ഇൻഷാ അല്ലാഹ് സമസ്തയുടെ നേതാക്കൾ ബഹുമാന്യ തങ്ങളുടെ 2 തങ്ങന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നു. ആ സന്തോഷം പങ്കിടാൻ വേണ്ടി തങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ദുആ നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാവരും സന്തോഷിക്കുന്നു, ലോകം ഒന്നാകെ. അൽഹംദുലില്ലാഹ്. നല്ല സന്തോഷം. നമ്മളാരും പ്രതീക്ഷിച്ച ആഗ്രഹിച്ചൊരു കാര്യം, പ്രത്യേകിച്ച് കക്ഷിത്വമില്ലാതെ നേടിയെടുത്തൊരു വിജയമാണിത്. അൽഹംദുലില്ലാഹ്. ആ ഉമ്മാൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ അതിൽ പങ്കാളികളായി, സാധാരണക്കാർ വരെ അതിൽ പങ്കാളികളായ വലിയൊരു പദ്ധതിയാണ്. അൽഹംദുലില്ലാഹ്. സന്തോഷം, വളരെ സന്തോഷം. ഈ പെരുന്നാളിന് ഇരട്ടി മധുരം തന്നെ. വലിയ സന്തോഷവും പിന്നെ നമ്മുടെ നാട് ലോകത്തിന് നൽകുന്നൊരു വലിയ സന്ദേശമുണ്ട്, അതിവിടെ അന്വർത്ഥമാവുകയാണ്. പിന്നെ ഇതിൻ്റെ പിറകിൽ ഒരുപാട് ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, പ്രവാസ ലോകത്തെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ മുഴുവനും ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻഷാ അല്ലാഹ്. ഏറെ സന്തോഷദായകമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. കേരളത്തിൻ്റെ യഥാർത്ഥമായ ഒരു സ്റ്റോറിയാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. പലപ്പോഴും വിദ്വേഷത്തിൻ്റെ വിഷവിത്തുകൾ പാകാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ഏറ്റവും നല്ല ഒരു സംഭവമായി നമ്മൾ ഇതിനെ കാണാണ്. കേരളത്തിലെ എന്ന് മാത്രമല്ല മലയാളികളുള്ളിടത്ത് മുഴുവൻ റഹീമിൻ്റെ മോചനത്തിനു വേണ്ടി വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥന മാത്രമല്ല, അവരുടെ കഠിനാധ്വാനങ്ങൾ അതിൻ്റെ ഒരു ഫലം കൂടിയാണ്. SKSF ഈ വേളയിൽ വളരെ ആത്മാർത്ഥമായി ആ വിഷയങ്ങളിലൊക്കെ കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആ കാലഘട്ടത്തിൽ കൃത്യമായി ഇടപെടുകയും ചെയ്തു എന്നത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ സ്മരിക്കുകയാണ്. ഒരു ഉമ്മാൻ്റെ കണ്ണുനീരൊപ്പാൻ കേരള മലയാളികൾ ഒന്നിച്ചു നിന്നു എന്നതാണ് ഏറ്റവും സന്തോഷം. റഹീം 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്തിച്ചേരുകയും വളരെ സന്തോഷത്തോടുകൂടെ ഇനിയുള്ള നാളുകൾ സന്തോഷദായകമായ ജീവിതം നയിക്കാൻ കഴിയട്ടെ. അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങളുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു.